നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. SUT ഹോസ്പിറ്റൽ പട്ടത്തെ പ്രധാന വാസ്കുലർ സർജനും ഇതിനു മുമ്പായി 35 വർഷത്തോളം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വാസ്കുലർ സർജനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിനെ പറ്റിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് മരണത്തിനും അതിൽ കൂടുതൽ പല പക്ഷാഘാതം വന്ന രോഗികൾക്ക് തീരെ കിടപ്പ് രോഗി ആയി തീരാനും കൈ കാലിന് ബലക്ഷയം ഉണ്ടാകാനും തുടർന്ന് ജോലി ചെയ്യാനോ നടക്കാനോ വരെ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനാണ് നമ്മൾ പക്ഷാഘാതം എന്ന് പറയുന്നത്. സാധാരണയായി പക്ഷാഘാതം ഉണ്ടാകുവാൻ പല കാരണങ്ങളുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, മഹാധമനിയിലെ കൊളസ്ട്രോളിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവാം. പക്ഷേ 25 തൊട്ട് 30 വരെ ശതമാനം അസുഖങ്ങളും ഈ പക്ഷാഘാതം ഉണ്ടാകുന്നത് നമ്മുടെ കരോട്ടിഡ് ആർട്ടറി, അതായത് ബ്രെയിനിലേക്ക് തലച്ചോറിലേക്ക് രക്തം കൊണ്ടുവന്ന 2 രക്തക്കുഴലുണ്ട് ഈ കഴുത്തിൻ്റെ 2 ഭാഗത്തായിട്ട്. അതിൽ ഏകദേശം ഒരു മുതിർന്ന ആൾക്ക് ഒരു 60-70 കിലോഗ്രാം ഭാരമുള്ള ആൾക്ക് ഒരു 500 തൊട്ട് 600 cc വരെ ബ്ലഡ് മിനിറ്റിൽ തലച്ചോറിലെത്തിയിരിക്കണം. തലച്ചോറിൻ്റെ പ്രവർത്തനം നമ്മൾ നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റായി വേണ്ട ഒരവസ്ഥയാണ്. ബാക്കിയുള്ള അവങ്ങൾക്ക് വേണ്ടെന്നല്ല, പക്ഷേ തലച്ചോറിന് അത്രയും രക്തോട്ടവും ഓക്സിജനും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു കൊണ്ടുവരുന്നതും ബാക്കിയുള്ള ലവണങ്ങൾ എത്തിക്കൊണ്ട് ഗ്ലൂക്കോസ് ഇതെല്ലാം എത്തേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. ഈ ശുദ്ധരക്തക്കുഴലുകൾ മഹാധമനിയിൽ നിന്നും തുടർന്ന് അത് കഴുത്തിൽ വെച്ച് ഉള്ളിലേക്ക് ആയി ഇൻറ്റർണൽ കരോട്ടിഡ് ആർട്ടറി കൂടുതലായും മെയിനായിട്ടും നമ്മുടെ തലച്ചോറിലേക്കും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി നമ്മുടെ ചുണ്ട്, വായ, നാക്ക്, ചെവി മുഖത്ത് എല്ലാം സപ്ലൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കൊഴുപ്പിൻ്റെ അംശം കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ കോമൺ കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞ മെയിൻ ആർട്ടറിയുടെ അവസാന ഭാഗത്തും ഈ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന ബ്രെയിനിലേക്ക് പോകുന്ന ആ കരോട്ടിഡ് ബൾബ് എന്ന ഏരിയയിലുമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് ഒരു 40-50% വരെ വലിയ പ്രയാസമുണ്ടാക്കില്ല. 50%, 60% കൂടുതലാകുമ്പോൾ അതിൽ ചെറിയതൊരു ബ്ലഡ് ക്ലോട്ടിങ് വരും, അല്ലെങ്കിൽ ആ കൊളസ്ട്രോൾ അതിൽ ചെറിയൊരു ക്രാക്ക് വന്ന് ആ കൊളസ്ട്രോൾ മെറ്റീരിയലോ ബ്ലഡ് ക്ലോട്ടോ രക്തക്കട്ടയോ തലച്ചോറിൽ പോയി ഏതെങ്കിലും മെയിൻ രക്തക്കുഴലിന് തലച്ചോറിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലിന് തടസ്സം വന്നാലാണ് ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. 3 മണിക്കൂറിനുള്ളിൽ സ്ട്രോക്ക് ഉണ്ടായിട്ട് ആസ്പത്രിയിൽ പോവുകയാണെങ്കിൽ നമുക്കത് ത്രോംബോലൈസിസ് എന്ന പ്രക്രിയ കൊണ്ട് അത് ആ രക്തക്കെട്ട് അലിയിച്ച് പക്ഷാഘാതം ഉണ്ടായത് നമുക്ക് തിരിച്ച് നല്ലൊരവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഇതിന് ശേഷം അവിടെയുള്ള ആ കൊഴുപ്പിൻ്റെ അംശം മാറ്റി അത് ക്ലിയർ ചെയ്ത് ആ രക്തക്കുഴൽ വികസിപ്പിക്കാനായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് കരോട്ടിഡ് എൻഡാർട്രെക്ടമി. ഇതുകൂടാതെ ഒരു സ്റ്റെൻഡിങ് പ്രക്രിയ കൂടി ചെയ്യാം. എന്നാൽ നമ്മളുടെ 100 കണക്കിന് ഇതിന് ട്രയൽസും സ്റ്റഡീസും ചെയ്തത് തുറന്നൊരു ഓപ്പറേഷനോടെ ഒരു ചെറിയ ഒരു 8-10 സെൻറ്റിമീറ്റർ ഇൻസിഷൻ എടുത്ത് നമുക്ക് ആ ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കുഴൽ കൊളസ്ട്രോൾ മാറ്റി അത് ക്ലീനാക്കി നമ്മൾ അത്രയും തടുത്തു നിർത്തുന്ന സമയത്ത് ഒരു കരോട്ടിഡ് ഷണ്ട് ഉപയോഗിച്ച് ഒരു 200 cc ബ്ലഡ് ഒരു മിനിറ്റിൽ നമുക്ക് ബ്രെയിനിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാലിൽ നിന്ന് ഞരമ്പെടുത്ത് ആ ഭാഗം വികസിപ്പിക്കാനും പറ്റും. ഇതോടെ 10, 15, 20 കൊല്ലത്തോളം തന്നെ അതിൽ കൂടുതലും ഈ കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആർട്ടറി നോർമലായി അതുകൊണ്ടുള്ള രക്തോട്ടം പുനഃസ്ഥാപിക്കാനും സ്ട്രോക്ക് വരാതെ നോക്കുവാനും പറ്റുന്നതാണ്. സ്ട്രോക്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മരണസംഖ്യ 10-20% ആയിരിക്കാം. പക്ഷേ ഒരു ഡെൻസ് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു വലിയൊരു അവസ്ഥയിൽ തടസ്സം വന്നാൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കൈകാൽ തളർന്ന് കിടക്കേണ്ടി വരുന്ന അവസ്ഥ, ഭക്ഷണം കഴിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥ,
അപ്പം അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ പ്രയാസങ്ങളും ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിഷമങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്.